തെരഞ്ഞെടുപ്പിൽ ജയിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാൽ. പക്ഷെ കേരളത്തിലെ UDFന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കേരളത്തിലെ UDF നട്ടല് നിവർത്തി നിന്നതിനെ ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും ഈ വർഗീയമായി കേരളത്തെ ഭിന്നിപ്പിച്ച് ഈ കേരളത്തെ തകർക്കാൻ UDF ഒരു കാരണവശാലും സമ്മതിക്കില്ല. കേരളത്തിലെ CPM ഇപ്പൊ നടത്തുന്നത് സംഘപരിവാറിന്റെ അതേ പാതയിൽ സഞ്ചരിക്കുന്നു. BJP ചെയ്തത് എന്താണ്? അത് തന്നെയാണ് CPM ചെയ്യുന്നത് എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നടക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് തീപ്പന്തമറിഞ്ഞു കൊടുക്കുന്ന പണിയാണ് CPM ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആരും ഭയപ്പെടണ്ട. അവിടെയെല്ലാം കേരളത്തെ രക്ഷിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ടീം UDF ഉണ്ടാകും, വിട്ടുവീഴ്ചയില്ലാതെ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല, അതിൽ കോംപ്രമൈസ് ഇല്ല. വർഗീയത ആര് പറഞ്ഞാലും അവർക്കെതിരായി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും അവരെ ചോദ്യം ചെയ്യും, ഒരു സംശയവും വേണ്ട. ടീം UDF അല്ലേ? ആ ടീം UDF ഒരു സംശയവും വേണ്ട 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് വന്ന് കേരളത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും.